മോഹൻലാൽ വരുമോ ഇല്ലയോ എന്ന് ചോദിച്ചവർക്ക് മുന്നിൽ മോഹൻലാൽ വന്നിരിക്കുന്നു. മോഹൻലാൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് രാവിലെ ദർശനത്തിനായി എത്തിയിരിക്കുകയാണ്. അവിടെ അദ്ദേഹം നിൽക്കുന്നുണ്ട്. നമ്മൾ ഈ പറയുന്നത് പോലെയാണ്. എന്താണ്, കടല്, ആന, മോഹൻലാൽ, എത്ര കണ്ടാലും മലയാളിക്ക് മതി വരാത്ത 3 പ്രസ്ഥാനങ്ങളാണ്, 3 സംഭവങ്ങളാണ്. മോഹൻലാൽ അവിടെ ഇരിക്കുന്നു. നേരത്തെ അദ്ദേഹം ശബരിമലയിലേക്ക് പോയതൊരു വാർത്തയായിരുന്നു. ഇതുപോലെ അന്നൊരു പ്രത്യേക സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത സുഹൃത്ത് മമ്മൂട്ടിയുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണ് ആ ശബരിമല യാത്ര എന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. മാത്രമല്ല മമ്മൂട്ടി വിശാഖം നക്ഷത്രം അല്ലേ, വിശാഖം നക്ഷത്രം എന്നൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ കുറിപ്പൊക്കെ പുറത്തു വന്നിരുന്നു. അപ്പോൾ അതിനുശേഷം മമ്മൂട്ടി ഏത് തരത്തിലുള്ള ആരോഗ്യാവസ്ഥയിലായിരുന്നു എന്നോ എത്രത്തോളമായിരുന്നു ആരോഗ്യാവസ്ഥ നമുക്കറിയില്ലെങ്കിൽ കൂടിയും എന്ത് ആരോഗ്യാവസ്ഥയാണെങ്കിലും അതൊക്കെ മുക്തനായി മമ്മൂട്ടി വീണ്ടും ബാക്ക് ടു സ്റ്റേജ് അല്ലെങ്കിൽ ബാക്ക് ടു മലയാളം സിനിമ എന്ന അർത്ഥത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് വീണ്ടും മോഹൻലാലിന്റെ വരവിൽ അങ്ങനെ ഒരു ഉദ്ദിഷ്ടകാര്യത്തിൽ ഉപകാരസ്വർണ്ണം എന്നൊക്കെ ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഇത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മുറജപത്തിന്റെ അതിന്റെ വിളംബര പത്രിക സ്വീകരിക്കുന്ന ചടങ്ങിലാണ് ഇപ്പോൾ മോഹൻലാൽ പങ്കെടുക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ചേർന്നു. ഉമേഷ്, വിളംബര പത്രിക സ്വീകരിക്കൽ ചടങ്ങ് എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? മോഹൻലാൽ എത്ര സമയം അവിടെ ഉണ്ടാവും? മോഹൻലാലിനെ കാണാൻ കൂടുതൽ ആളുകൾ അവിടെ ഉണ്ടോ? ഗുഡ് മോർണിംഗ് അഷ്മി, ഗുഡ് മോർണിംഗ് സ്മിത. പത്മനാഭസ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ ചടങ്ങാണ് മുറജപ ലക്ഷദ്വീപം. 6 വർഷം കൂടുമ്പോഴാണ് ഈ ചടങ്ങ് നടക്കുന്നത്. ഇത് ഈ വർഷം നവംബർ 20 ആരംഭിക്കും. നവംബർ 20 ആരംഭിക്കുന്ന മുറജപ ലക്ഷദ്വീപ ചടങ്ങുകൾക്ക് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ വിളംബര പത്രിക സ്വീകരിക്കാൻ മലയാളികളുടെ പ്രിയ നടൻ മോഹൻലാൽ തന്നെ നേരിട്ടെത്തിയിരിക്കുന്നത്. അദ്ദേഹം നേരിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിനകത്തെത്തി ക്ഷേത്ര ദർശനത്തിന് ശേഷമാണ് ഇപ്പോൾ ഈ വേദിയിൽ, അതായത് കിഴക്കേ നടയിൽ തയ്യാറാക്കിയിരിക്കുന്ന വേദിയിലേക്ക് എത്തിയിരിക്കുന്നത്. രാജകുടുംബാംഗങ്ങളുണ്ട്. രാജകുടുംബാംഗങ്ങളിൽ നിന്നാണ് ഈ പത്രിക സ്വീകരിക്കുന്നത്. അതിനുശേഷം ദീപസ്തംഭത്തിൽ ദീപം തെളിയിക്കുന്ന ഒരു ചടങ്ങ് കൂടിയുണ്ട്. എന്തായാലും ഏറ്റവും സുപ്രധാനമായ ചടങ്ങാണ് ഇത്. ഈ എല്ലാ ഭക്തർക്കും പാസ് മുഖേന നിയന്ത്രിച്ച ഒരു ചടങ്ങാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു തിരക്ക് എന്നുള്ളത് പറയാൻ കഴിയില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട് മുറജപവുമായി ബന്ധപ്പെട്ട് നാമജപമുണ്ട്, തുടങ്ങി ചില ചടങ്ങുകൾ കൂടിയുണ്ട്. അത്തരത്തിൽ ഈ മുൻഭാഗത്ത്, അതായത് ഈ ചടങ്ങിനോട് ചേർന്ന ഭാഗത്ത് ക്ഷേത്ര വിശ്വാസികളും ഈ ക്ഷണിക്കപ്പെട്ടവരും മാത്രമാണുള്ളത്. എന്തായാലും ആ ചടങ്ങുകളിലേക്ക്, ഇപ്പോൾ ദീപസ്തംഭത്തിലേക്ക് മോഹൻലാൽ ദീപം തെളിയിക്കുന്ന ദൃശ്യമാണ്, അതാണ് നമ്മൾ കാണുന്നത്. ഇതോടുകൂടി ഈ വിളംബര ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നു. ഇനിയുള്ള നവംബർ 20 വരെയുള്ള ദിവസങ്ങൾ ഈ മുറജപവുമായി ബന്ധപ്പെട്ടുള്ള വിളംബര ചടങ്ങുകളായിരിക്കും പത്മനാഭസ്വാമി ക്ഷേത്രവും അതുമായി ബന്ധപ്പെട്ട് നടക്കുക. നവംബർ 20 ആരംഭിക്കുന്ന മുറജപം അത് ജനുവരി 14 വരെ നീണ്ടു നിൽക്കും. ആ ദിവസങ്ങളിൽ എല്ലാ ദിവസവും ഇവിടെ പ്രത്യേക ജപം ഉണ്ടാവും. ഈ രീതിയിൽ ഏറ്റവും സുപ്രധാനമായ ചടങ്ങിന് അതിഥിയായി മോഹൻലാൽ എത്തിയിരിക്കുന്നു. അതിന്റെ വിളംബര പത്രിക മോഹൻലാൽ സ്വീകരിക്കുന്ന ചടങ്ങാണ്. ഇനി വിളംബര പത്രിക കൂടി മോഹൻലാൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ ചടങ്ങ് അവസാനിക്കും. മോഹൻലാൽ സംസാരിക്കുമെന്ന് കൂടി എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. രാജകുടുംബാംഗങ്ങൾക്ക് പുറമെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കേന്ദ്ര സർക്കാർ പ്രതിനിധി കരമന ജയൻ, ഒപ്പം മറ്റ് തന്ത്രി കുടുംബാംഗങ്ങൾ അടക്കമുള്ളവർ ഈ വേദിയുടെ ഭാഗമാണ്. എന്തായാലും ഈ ഒരു ദീപം തെളിയിക്കൽ ചടങ്ങ്, ഈ ദീപസ്തംഭത്തിൽ ദീപം തെളിയിച്ചുകൊണ്ട് ഈ വിളംബര പത്രിക സ്വീകരിക്കുന്ന ചടങ്ങിന് അത് ഇപ്പോൾ മോഹൻലാൽ തുടക്കം കുറിച്ചിരിക്കുന്നു. എന്തായാലും ആ ഒരു ചടങ്ങ്, ഇനി അടുത്ത വിളംബര പത്രിക സ്വീകരിക്കുന്ന ചടങ്ങ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഒരു ചടങ്ങ് അവസാനിക്കും. എന്തായാലും അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഈ വിളംബര പത്രിക കൈമാറ്റ ചടങ്ങാണ്. ഈ പ്രചാരണം, നമ്മൾ സാധാരണ ഇത്തരത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു ചടങ്ങ് നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രചാരണ പരിപാടികൾ നടക്കും. അതുപോലെയാണ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ മുറജപം ചടങ്ങ് നടക്കുമ്പോൾ ആ ചടങ്ങിൽ ഈ ഒരു പത്രിക സ്വീകരിക്കുന്ന, വിളംബര പത്രിക സ്വീകരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. എന്തായാലും അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. വിളംബര പത്രിക ഇപ്പോൾ മോഹൻലാലിനെ കൈമാറിയിരിക്കുന്നു. ലക്ഷദ്വീപം വിളംബര പത്രിക മോഹൻലാലിനെ കൈമാറിയിരിക്കുന്നു. എന്തായാലും ചടങ്ങ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. ഇനി അദ്ദേഹം ഇതുമായി വിളംബര പത്രിക സ്വീകരിച്ചുകൊണ്ട് ഈ 2 വാക്ക് സംസാരിക്കുമെന്നുള്ള പ്രതീക്ഷയുമുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ചടങ്ങുകൾ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. ഹസ്മി, വിശ്വാസികൾക്ക് ഏറെ പ്രധാനമുള്ള 6 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മുറജപത്തിന് അവിടെ വിളംബര പത്രിക സ്വീകരിക്കലായിരുന്നു മോഹൻലാൽ. ഇത് പണ്ട് രാജകുടുംബങ്ങളിൽ രാജഭരണകാലത്ത് ജനങ്ങളുടെ ക്ഷേമവും ഐശ്വര്യവും അതിനു വേണ്ടിയിട്ട് ഋഗ്വേദം, യജുർവേദം, സാമവേദം, അങ്ങനെ തന്ത്രങ്ങളും മന്ത്രങ്ങളും ഒക്കെ ഉരുക്കഴിച്ച് അതിന്റെ ഒരു ഓർമ്മ ഉണർത്തിയാണ് ഈ മുറജപം 6 വർഷം കൂടുമ്പോൾ അത് നടത്തുന്നത്.